വരുന്നത് ഉത്തർപ്രദേശിലെ കർഹാലിൽ ദളിത് പെൺകുട്ടിയെ മരിച്ച നിലയിൽ കണ്ടെത്തി. കഞ്ചര നദിയിൽ ചാക്കിൽ കെട്ടിയ നിലയിലാണ് മൃതദേഹം കണ്ടെത്തിയത്. നഗ്നമായ നിലയിലാണ് മൃതദേഹം ഉണ്ടായിരുന്നത്. ബലാത്സംഗ കൊലപാതകമാണ് എന്നാണ് കുടുംബം ആരോപിക്കുന്നത്. വളരെ ഗുരുതര സ്വഭാവമുള്ള വാർത്തയാണ്. ഉത്തർപ്രദേശിൽ നിന്നുള്ള വാർത്തകൾ പുതുമയുള്ളതുമല്ല. അർജുൻ പീതാംബരൻ വിവരങ്ങളുമായി. അർജുൻ, എന്താണ് സംഭവിച്ചത്? എന്താണ് വിവരങ്ങൾ? അഭിലാഷ്, ഈ കർഹാൽ എന്ന് പറയുന്ന പ്രദേശത്ത് ആ ഒരു മണ്ഡലത്ത് ഇന്ന് തിരഞ്ഞെടുപ്പ് നടക്കുകയാണ്, ഉപതിരഞ്ഞെടുപ്പ് നടക്കുകയാണ്. പ്രധാനമായിട്ടും ഈ ലോക്സഭാ തിരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് അഖിലേഷ് യാദവ് രാജിവെച്ചതോടെയാണ് അവിടെ ഉപതിരഞ്ഞെടുപ്പ് പ്രഖ്യാപിച്ചതും അതുപോലെ തന്നെ ഉപതിരഞ്ഞെടുപ്പ് നടക്കാനൊരു സാഹചര്യം ഉണ്ടായിരിക്കുന്നത്. അതായത് അഖിലേഷ് യാദവിൻ്റെ മണ്ഡലമായിരുന്നു. അവിടെ BJPക്ക് വോട്ട് ചെയ്യുമെന്ന് പറഞ്ഞ ഒരു കുടുംബമാണ് ഇത്തരത്തിൽ ആക്രമിക്കപ്പെട്ടത്. ആ കുടുംബത്തിലെ പെൺകുട്ടിയാണ് കൊല്ലപ്പെട്ടത് എന്നുള്ളൊരു ഗുരുതരമായിട്ടുള്ള ആരോപണമാണ് ആ കൊല്ലപ്പെട്ട ദളിത് പെൺകുട്ടിയുടെ അച്ഛനും അമ്മയും പറയുന്നത്. പ്രധാനമായിട്ടും കഴിഞ്ഞ ദിവസമായിരുന്നു ഈ പെൺകുട്ടിയെ കാണാതായത്. പ്രശാന്ത് യാദവ് എന്ന് പറയുന്ന സമാജ്വാദി പാർട്ടിയുടെ ഒരു പ്രാദേശിക നേതാവ്, അയാൾ കഴിഞ്ഞ ദിവസം ഇവരുടെ വീട്ടിലേക്ക് വന്നിരുന്നു. സമാജ്വാദി പാർട്ടിക്ക് വേണ്ടി വോട്ട് ചെയ്യാൻ ആവശ്യപ്പെട്ടു. പക്ഷേ ആ കുടുംബം ഈ BJPയെ പിന്തുണയ്ക്കുന്നവരാണ്. BJPക്ക് വോട്ട് ചെയ്യുമെന്നുള്ള കാര്യം പറഞ്ഞ സമയത്ത് അവിടെ ഉണ്ടായിരുന്ന ആ പെൺകുട്ടിയെ തട്ടിക്കൊണ്ടുപോയി എന്നുള്ള കാര്യമാണ് ഒരു ആരോപണമായിട്ട് ഈ കുടുംബം ഇപ്പോൾ ഉയർത്തിയിരിക്കുന്നത്. പിന്നാലെ പരാതിയും നൽകിയിരുന്നു. പക്ഷേ ആ വലിയ തിരച്ചിലിനൊടുവിലാണ് ഇന്നിപ്പോൾ കഞ്ചര നദിയിൽ കുറച്ച് മണിക്കൂറുകൾക്ക് മുൻപായിട്ട് ഈ പെൺകുട്ടിയുടെ മൃതശരീരം ചാക്കിൽ കെട്ടിയ നിലയിൽ എന്തായാലും കണ്ടെത്തിയിരിക്കുന്നത്. നഗ്നയായിട്ടുള്ള നിലയിലായിരുന്നു ആ മൃതശരീരം ഉണ്ടായിരുന്നത്. ഒരു ബലാത്സംഗ കൊലപാതകമാണ് എന്നുള്ള ആരോപണം തന്നെയാണ് ഈ പെൺകുട്ടിയുടെ അച്ഛനും അമ്മയും ഇപ്പോൾ പങ്കുവെക്കുന്നത്. എന്തായാലും ഈ മൃതശരീരം പോസ്റ്റ്മോർട്ടത്തിന് വേണ്ടി ഇപ്പോൾ അയച്ചിരിക്കുകയാണ്. പോസ്റ്റ്മോർട്ടത്തിന് ശേഷമായിരിക്കും എന്താണ് നടന്നത് എന്നുള്ള കാര്യത്തിൽ ഒരു കൃത്യത വരികയുള്ളൂ. അതേസമയം തന്നെ ഈ അന്വേഷണവും അവിടെ നടക്കുന്നുണ്ട്.